കല്യാണം കഴിഞ്ഞ് ഒരു മാസം ആകുമ്പോഴത്തേക്കും അവർ തുടങ്ങും എന്താ പ്രഗ്നൻസി ആകുന്നില്ല എന്നുള്ളത്. അവയർനെസ് ഇല്ലായ്മയാണ്. കാരണം പണ്ടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെ സ്ത്രീകൾ കുറെ കൂടെ സ്ട്രെസ് എടുക്കാനും കാര്യങ്ങൾ ശ്രദ്ധിക്കാനും, പിന്നെ എല്ലാവരും കൂട്ടുകുടുംബമാണ്, ഈ ആൾക്കാരുണ്ട് എന്ത് സഹായത്തിനും. ഇന്നെന്ന് പറയുമ്പം എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി, ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചവരാണ് എല്ലാവരും. വിഷാദ രോഗം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, അതായത് ബേബി ബ്ലൂസ് എന്ന് പറയും. അത് വളരെ ടെമ്പററി ആയിട്ട് കുറച്ച് ദിവസം മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരാഴ്ച 10 ദിവസത്തിൽ മാത്രം നിൽക്കുന്നത് ഒരു തരം ഡിപ്രസീവ് മൂഡ്. ആക്ച്വലി വളരെ മൈൽഡും ആകാം, എന്നാൽ വളരെ ഭീകരമായ ഒരു സിറ്റുവേഷൻ തന്നെ ആകാം. സോ ഇങ്ങനത്തെ അൺവാണ്ടഡ് കമൻറ്റ്സ് അത് പ്രഗ്നൻസിയിൽ തന്നെ പലരും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പം കാണാൻ വരുന്നവർ, അയ്യോ ഈ കുട്ടിക്ക് വയറില്ല, അല്ലെങ്കിൽ ഈ കുട്ടി വണ്ണം വെച്ചില്ല, വെയിറ്റ് ഗെയിൻ ഇല്ല, അപ്പം കിടക്കുന്ന പൊസിഷൻസ് കംഫർട്ടബിൾ ആവില്ല, കഴിക്കുന്ന ആരും ശരിക്കും കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ആ ഒരു അൺഈസിനെസ് കൊണ്ട് തന്നെ അവർക്ക് ഉറക്കക്കുറവ് പലർക്കും കാണാറുണ്ട്. പിന്നെ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ സൈക്കിളും ഒക്കെ തിരിച്ചായിരിക്കും. കുഞ്ഞ് പകലുറങ്ങും, രാത്രി ഉറങ്ങില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അഗെയിൻ അത് ഉറക്കക്കുറവ് ഉണ്ടാക്കുന്നു. അപ്പം ഓൾറെഡി നമുക്കൊരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയുമാണ്, സ്ട്രെസ്സുമാണ്. അത് കഴിഞ്ഞിട്ട് ഒരു ക്ഷീണത്തിൽ അമ്മയ്ക്ക് ഉറങ്ങാനും പറ്റും. പിന്നെ ഈ പറഞ്ഞ അൺവാണ്ടഡ് പ്രഗ്നൻസീസ്, അൺപ്ലാൻഡ് പ്രഗ്നൻസീസ്, ഇതെല്ലാം നമ്മളുടെ ഇപ്പോൾ ഈ ലൈഫ് ഇപ്പം ഒരുപാട് വെസ്റ്റേണൈസ് ആവുകയാണ്. അപ്പം നമ്മൾ പണ്ടത്തെ കാലത്തെ പോലെ കുട്ടികൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അത് ബേസിക്കലി അവർക്ക് അവരോട് തന്നെ ഒരു ദേഷ്യം, കുഞ്ഞിനോടുള്ള ദേഷ്യം. നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത് വളരെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫിസിക്കലിയും മെൻ്റലിയും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ബാക്കിയുള്ളവരോടുള്ള റിലേഷൻഷിപ്പ്, അപ്പോൾ എല്ലാത്തിലും തന്നെ അത് എഫക്റ്റ് ചെയ്യുവാണ്. അത് മനസ്സിലാക്കി അവരോട് പെരുമാറിയില്ല, അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലാണ് നമുക്കിത് കൈവിട്ട് പോകുന്നതും കൂടുതൽ ഇൻഡെപ്തിലേക്ക് അത് ആ ഒരു ഡിസീസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും. പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് നമ്മളോട് ഇന്ന് സംസാരിക്കാനെത്തിയിരിക്കുന്നത് കിൻഡർ ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ സ്മിത സുരേന്ദ്രനാണ്. ഡോക്ടർ നമസ്കാരം, വെൽക്കം ടു മൂവി വേൾഡ്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്? ഓക്കെ, പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഡെലിവറി കഴിഞ്ഞ് തന്നെ വരുന്ന ഒരു വിഷാദത്തിൻ്റെ പ്രശ്നമാണെന്നുള്ളതല്ല. അത് കുറേയൊക്കെ നമുക്ക് പ്രഗ്നൻസി സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാറുണ്ട് പലവർക്കും. ഈ വിഷാദ രോഗം എന്ന് പറയുന്നത് രണ്ട് രീതിയിലുണ്ട്. പോസ്റ്റ്മോർട്ടം ബ്ലൂസ്, അതായത് ബേബി ബ്ലൂസ് എന്ന് പറയും. അത് വളരെ ടെമ്പററി ആയിട്ട് കുറച്ച് ദിവസം മാത്രം നിൽക്കുന്ന, അല്ലെങ്കിൽ ഒരാഴ്ച 10 ദിവസത്തിൽ മാത്രം നിൽക്കുന്നത് ഒരു തരം ഡിപ്രസീവ് മൂഡ്. അത് പെട്ടെന്ന് മാറാറുണ്ട്. പക്ഷേ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് കുറച്ചും കൂടെ സീരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതിൽ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയ്ക്ക് കുഞ്ഞിനോടുള്ള ഒരു അറ്റാച്ച്മെൻറ്റ്, ബാക്കിയുള്ളവരോടുള്ള റിലേഷൻഷിപ്പ്, അപ്പോൾ എല്ലാത്തിലും തന്നെ അത് എഫക്റ്റ് ചെയ്യുവാണ്. അപ്പോൾ അത് നമ്മൾ നേരത്തെ തന്നെ ട്രീറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് കൂടുതൽ ആഴത്തിലേക്ക് പ്രോപ്പർ അതൊരു വിഷാദ രോഗമായി മാറിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഈവൻ സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് വരെ അതിലേക്ക് കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ വളരെ സിവിയറായിട്ട് പോകുന്നതിന് നമ്മൾ പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് എന്ന് പറയും. അപ്പം അതുകൊണ്ട് തന്നെ അത് ആക്ച്വലി വളരെ മൈൽഡും ആകാം, എന്നാൽ വളരെ ഭീകരമായ ഒരു സിറ്റുവേഷൻ തന്നെ ആകാം. ഈ സോഷ്യൽ മീഡിയയിൽ കഴിഞ്ഞ ദിവസം കുറച്ചധികം വാർത്തകൾ വന്നിട്ടുണ്ടായിരുന്നു ഇതിനെ പറ്റിയിട്ട്. പക്ഷേ ഈ അടുത്ത ദിവസത്തില് ദിവ്യ ജോണി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അമ്മ ഇതുപോലെ തന്നെ കുഞ്ഞിനെ കൊന്നൊരവസ്ഥ അവർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം ആ കുട്ടി കഴിഞ്ഞ ദിവസം മരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഇഷ്യൂ കൂടി വന്നേ പിന്നെ ഒരുപാട് ആളുകൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷനെ കുറിച്ച് കുറച്ചുകൂടി അധികമായിട്ട് എഴുതാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു കുഞ്ഞിനെ കൊല്ലുന്ന ഒരു അവസ്ഥ വരെ എത്തുന്നത് എന്തുകൊണ്ടായിരിക്കും, എങ്ങനെയായിരിക്കും അത്? ബേസിക്കലി അവർക്ക് അവരോട് തന്നെ ഒരു ദേഷ്യം, കുഞ്ഞിനോടുള്ള ദേഷ്യം. നമ്മൾ ഡെലിവറി എന്ന് പറയുന്നത് വളരെ നമുക്ക് നമ്മുടെ ബോഡിയിൽ ഫിസിക്കലിയും മെൻ്റലിയും ഒരുപാട് വ്യത്യാസങ്ങൾ വരുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ കുറേ പേർക്കെങ്കിലും അതൊരു സ്ട്രെസ്ഫുൾ ആയിട്ട് പോകാം. അപ്പോൾ ആ ഒരു സ്ട്രെസ്സ് നമ്മൾ റിലീവ് ചെയ്തില്ല, അത് നമ്മൾ കൺസിഡർ ചെയ്ത്, അതായത് കൂടെയുള്ളവർ, പ്രത്യേകിച്ച് ആ പേഴ്സൻ്റെ പാർട്ട്ണർ അത് മനസ്സിലാക്കി അവരോട് പെരുമാറിയില്ല, അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുത്തില്ലെങ്കിലാണ് നമുക്കിത് കൈവിട്ട് പോകുന്നതും കൂടുതൽ ഇൻഡെപ്തിലേക്ക് അത് ആ ഒരു ഡിസീസ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതും. അപ്പോൾ ആ ഒരു സപ്പോർട്ട് ഈ പറയുന്ന തൊട്ട് പ്രഗ്നൻസിയിൽ കുറേയൊക്കെ നമുക്ക് ആ സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ ഡെലിവറി കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്ന് പറയുന്നത് അഗെയിൻ ആ ഹോർമോൺസ് ഒക്കെ വ്യത്യാസം വരുന്നു. ഒരു കുഞ്ഞിനെ നോക്കണം
നോക്കേണ്ട ആ ഒരു വലിയ റെസ്പോൺസിബിലിറ്റിയിലേക്കാണ് ആ അമ്മ മാറുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥ വരുമ്പോഴത്തേക്കും കൂടുതൽ സപ്പോർട്ട് അവർക്ക് വേണ്ടി വരുന്നു. അപ്പോൾ ഡെലിവറി ചെയ്യുമ്പോൾ നമ്മൾ കാണുന്നതെന്ന് വെച്ചാൽ കൂടുതൽ അറ്റൻഷൻ കുഞ്ഞിന് പോവുകയാണ്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടുന്ന രീതിയിലുള്ള അറ്റൻഷൻ കിട്ടുന്നില്ല എന്നൊരു തോട്ട് അത് ആ അമ്മയ്ക്ക് വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അത്രയും നാളും കുറച്ച് പാമ്പർ ചെയ്ത് കൊണ്ട് നടന്നിട്ട് പെട്ടെന്ന് ആ അറ്റൻഷൻ കുഞ്ഞിലേക്ക് പോകുമ്പോൾ ഉള്ള ഒരു ബുദ്ധിമുട്ടാണ് എന്ന് പറയുന്നവരും ഉണ്ട്. അതൊരു കാരണമാണെന്ന് പറഞ്ഞു. അതും ഒരു കാരണമാണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ പറഞ്ഞ കൂട്ട് നമുക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഒരു കേസിൽ തന്നെ അതായത് പ്രോപ്പർ കെയർ കിട്ടിയിട്ടില്ല, അത് അവർ ട്രീറ്റ്മെന്റ് എടുത്തിട്ടില്ല, അത് ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണ് എന്നുള്ളത് ചിലപ്പോൾ അവർ ശരിക്കും മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്തില്ല. അപ്പൊ അങ്ങനെ വരുമ്പം കൂടുതൽ അത് കുഞ്ഞിനോടുള്ള ദേഷ്യം, കുഞ്ഞിനെ തന്നെ ജീവന അപകടം ഉണ്ടാകുന്ന രീതിയിലുള്ള പെരുമാറ്റം, ഈവൻ സ്വയം സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു പ്രവണതയിലേക്ക് അത് തള്ളിവിടുന്നു പേഷ്യന്റിനെ. ചില കമന്റ്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതായത് ഇപ്പൊ പ്രസവശേഷം ഇങ്ങനെ പറയാറുണ്ടല്ലോ, കുഞ്ഞിന്റെ മൂക്ക് അങ്ങനെ ഇരിക്കുന്നു, അല്ലെങ്കിൽ കുഞ്ഞിന്റെ കളറ് ഇന്നയാളുടെ പോലെയാണ്, കുഞ്ഞ് മൊത്തത്തില് അച്ഛനെ പോലെയാണ്, അല്ലെങ്കിൽ അച്ഛന്റെ അമ്മേനെ പോലെയാണ് എന്നൊക്കെ നമ്മൾ പറയണത് കേൾക്കാറുണ്ട്. ഇത് എത്രത്തോളം ഒരു അമ്മേനെ ട്രിഗർ ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഇത് പ്രഗ്നൻസി സമയത്തെ സ്റ്റാർട്ട് ചെയ്യുന്ന, കാരണം പലരും ഞാൻ ഒപിയിൽ കാണുമ്പോഴും പറയുന്ന ഒരു കാര്യമാണ്. സോ ഇങ്ങനത്തെ അൺവാണ്ടഡ് കമന്റ്സ് അത് പ്രഗ്നൻസിയിൽ തന്നെ പലരും സ്റ്റാർട്ട് ചെയ്യാറുണ്ട്. അപ്പം കാണാൻ വരുന്നവർ, അയ്യോ ഈ കുട്ടിക്ക് വയറില്ല, അല്ലെങ്കിൽ ഈ കുട്ടി വണ്ണം വെച്ചില്ല, വെയിറ്റ് ഗെയിൻ ഇല്ല, അപ്പം പലതരത്തിലുള്ള കുറ്റം, ഈ കുട്ടി കഴിക്കുന്നില്ല. അപ്പം ഞാൻ നോക്കുമ്പോൾ ലൈക്ക് ആക്ച്വലി വെയിറ്റ് ഗെയിൻ ഉണ്ടാവും. അപ്പോൾ അവർ കഴിക്കുന്നത് ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ആഹാരമായിരിക്കാം, പക്ഷെ അത് ക്വാണ്ടിറ്റി പഴയ ആൾക്കാർ പറയത്തില്ലേ 2 പേർക്കുള്ള ഭക്ഷണം കഴിക്കണം, അതൊക്കെ തെറ്റായ ധാരണകളാണ്. നമ്മൾ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് അതിൻ്റെ അളവിൽ, കറക്റ്റായിട്ടുള്ള അളവിൽ കഴിക്കേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പോൾ എക്സസ് ആയിട്ട് കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെയുള്ള കമൻസ് പ്രഗ്നൻസിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പം അതൊരു ചോദ്യചിഹ്നമാണ്, ഒരു ഡൗട്ടായിട്ട് അവരുടെ മനസ്സിൽ കിടക്കും. അത് പിന്നെ ഡെലിവറി കഴിയുമ്പോഴത്തേക്ക്, അയ്യോ കൊച്ചിന് വെയിറ്റ് ഇല്ല, അയ്യോ കുഞ്ഞിന് ശരിക്കും പാല് കൊടുക്കുന്നില്ല, നിനക്ക് പാല് വരുന്നില്ല. ഈ പാല് വരുന്നില്ല എന്ന് പറയുന്നത് ഭയങ്കര ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഭയങ്കര ഇമ്പാക്റ്റ് ആണ് അതിന്. കാരണം ആ ഒരു ടെൻഷൻ എടുത്ത് ആ ആങ്സൈറ്റി വരുമ്പോൾ വീണ്ടും പാല് കുറയും. പിന്നെ കുഞ്ഞിനെ പറഞ്ഞോട്ട് നമുക്ക് പോഷകമായിട്ടുള്ള ഗുണം കൊടുക്കാൻ പറ്റുന്നില്ലേ, പാല് തികയുന്നില്ലേ, കുഞ്ഞിനെ നമുക്ക് കറക്റ്റായിട്ട് നോക്കാൻ പറ്റുന്നില്ല. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും വീണ്ടും അവർക്ക് ആ ഒരു ആങ്സൈറ്റി കൂടുവാണ്. പിന്നെ കണ്ടിട്ടുള്ളത് പഴയ ആൾക്കാരൊക്കെ ചെയ്തിരുന്ന പോലെ ഇവരൊരു മുറിക്കകത്ത് തന്നെ അടിച്ച് ഇടുന്ന പോലെ വെക്കുക, ആഹാരമൊക്കെ അവിടെ കൊണ്ടേ കൊടുക്കുക, ബാക്കി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ സമ്മതിക്കാതിരിക്കുക. ചിലർ ഇപ്പം വളരെ പെർട്ടിക്കുലറാണ്, കണ്ണെഴുതുക പൊട്ട് തൊടുക എന്നുള്ളത്. ചിലർ അതുപോലെ സമ്മതിക്കത്തില്ല 40 ദിവസം വരെ. അപ്പം അങ്ങനെയും ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പം ആ ഒരു ചെറിയ ചെറിയ കാര്യം സില്ലി ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും, പക്ഷെ ഓൾറെഡി ഒരു ഇമോഷണൽ ഇംബാലൻസിൽ നിൽക്കുന്നവർക്ക് ഈ ഒരു ചെറിയ കാര്യം മതി ട്രിഗർ ചെയ്യാനായിട്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ തന്നെ അവർ പതുക്കെ പതുക്കെ ആ ഒരു വിഷാദത്തിലേക്ക് തള്ളിപ്പെടുകയാണ്. ഇപ്പോൾ അമ്മയായതിനു ശേഷമുള്ള ഉറക്കക്കുറവുണ്ടല്ലോ, അത് എത്രത്തോളം ഒരു സ്ത്രീ ശരീരത്തെ ബാധിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തില്? ഈ ഉറക്കക്കുറവ് എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞിട്ട് മാത്രമല്ല, അതിന് മുമ്പേ സ്റ്റാർട്ട് ചെയ്യും. ഒരു 7-8 മാസം ആകുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു, ഞാൻ പറഞ്ഞല്ലോ പ്രഗ്നൻസി തന്നെ പലർക്കും അതൊരു സ്ട്രെസ് ആയിട്ട് വരാം. അപ്പം കിടക്കുന്ന പൊസിഷൻസ് കംഫർട്ടബിൾ ആവില്ല, കഴിക്കുന്ന ആഹാരം ശരിക്കും കഴിക്കാൻ പറ്റില്ല, കുറച്ച് കഴിക്കുമ്പോഴത്തേക്കും ഭയങ്കര അസ്വസ്ഥത. അപ്പോൾ ആ ഒരു അൺകംഫർട്ടബിൾ അൺഈസിനെസ് കൊണ്ട് തന്നെ അവർക്ക് ഉറക്കക്കുറവ് പലർക്കും കാണാറുണ്ട്. പിന്നെ ഡെലിവറി കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിൻ്റെ ഉറക്കം, കുഞ്ഞിൻ്റെ സൈക്കിളും ഒക്കെ തിരിച്ചായിരിക്കും. കുഞ്ഞ് പകലുറങ്ങും, രാത്രി ഉറങ്ങില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം അഗെയിൻ അത് ഉറക്കക്കുറവ് ഉണ്ടാക്കുന്നു. അപ്പം ഓൾറെഡി നമുക്കൊരു ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയും ആണ്, സ്ട്രെസ്സും ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ക്ഷീണത്തിൽ അമ്മയ്ക്ക് ഉറങ്ങാനും പറ്റത്തില്ല. അപ്പോൾ ഉറക്കമില്ലാതെ വന്നു കഴിയുമ്പോഴും ഇങ്ങനെ ഒരു ഡിപ്രഷനിലേക്ക് അത് ട്രിഗർ ചെയ്യാം. ഈ അൺവാണ്ടഡ് പ്രഗ്നൻസീസ് ഉണ്ടല്ലോ, എന്താ പറയാ, ഇപ്പം അല്ലെങ്കിൽ അമ്മയാകാനായിട്ട് ഒരു താല്പര്യം ഇല്ലാതിരുന്നിട്ട് ഒരു പങ്കാളിയുടെ ഒരു താല്പര്യപ്രകാരം അമ്മയാകുന്ന ഒരു സ്റ്റേജും, ഇങ്ങനെയുള്ള കേസസിലൊക്കെ ആ ഒരു പെൺകുട്ടിക്ക് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അൺവാണ്ടഡ് പ്രഗ്നൻസീസ് എന്ന് പറയുമ്പം ഇപ്പോൾ പാർട്ട്ണറിനെക്കാളും കൂടുതൽ കാണുന്നത് വീട്ടുകാരും നാട്ടുകാരുമാണ്. കല്യാണം കഴിഞ്ഞ് 1 മാസം ആകുമ്പോഴത്തേക്കും അവർ തുടങ്ങും, എന്താ പ്രഗ്നൻസി ആകുന്നില്ലേ എന്നുള്ളത്. അപ്പം അതിൻ്റെ ഇമ്പാക്റ്റ് അഗെയിൻ വരുന്നത് ഫീമെയിൽ പാർട്ട്ണറിന് തന്നെയാണ്. അപ്പോൾ പലരും ചോദിച്ചു തുടങ്ങും, അതിൻ്റെ കൂടെയുള്ള ആ കുട്ടിക്ക് 2 കുട്ടികളായി അല്ലെങ്കിൽ 1 കുട്ടിയായി, നിനക്ക് എന്താവാത്തെ? അപ്പോൾ ആ ഒരു ചോദ്യങ്ങൾ അവിടെ നിന്ന് തുടങ്ങുമ്പോൾ തന്നെ ഈ പറഞ്ഞ കൂട്ട് ഇൻഫെർട്ടിലിറ്റി, അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഭയങ്കര സ്ട്രെസ്സ്. ഇനി ഇതിൽ കഴിഞ്ഞ് പ്രഗ്നൻസി ആകുമ്പം
നല്ലതായിരിക്കുമോ, പ്രഗ്നൻസി നല്ല രീതിയിൽ മുന്നോട്ട് പോകുമോ എന്നുള്ളതിന്റെ ആങ്സൈറ്റി. അതായത് നാടൻ ഓരോ പ്രയോഗങ്ങൾ വരെയുണ്ട്, മച്ചി എന്നുള്ളൊരു ഇത് വരെയുണ്ട്. അത് വിളിച്ചതിന് ശേഷം പിന്നീട് കുറെ നാൾ കഴിഞ്ഞിട്ടൊരു പ്രഗ്നൻസിയിലോട്ട് ആ കുട്ടി കടക്കുമ്പോഴേക്കും ഒരുപാട് സ്ട്രെസ്ഫുൾ ആയി. കാരണം ഇതെല്ലാം ആഡ് ഓൺ ചെയ്യാണ്, ക്യുമുലേറ്റ് ചെയ്ത് അവസാനം ഡെലിവറിയുടെ ആ ടൈം ആകുമ്പോഴത്തേക്കും എല്ലാം കൂടി ആ കുട്ടിക്ക് ചിലപ്പോൾ താങ്ങാൻ പറ്റാത്തൊരു സ്ട്രെസ് ആയിട്ട് മാറാറുണ്ട്. ഡെഫിനറ്റ്ലി ഇതെല്ലാം ഒരു ട്രിഗർ ഫാക്ടറാണ്. ഇപ്പൊ അൺമാരീഡ് ആയിട്ടുള്ള ഒരു കേസിലൊക്കെ, അതായത് പെട്ടെന്ന് പ്രഗ്നന്റ് ആവുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല, സെക്ഷൽ ഒരു കോണ്ടാക്ട് വന്നതിന് ശേഷം അറിയാതെ വരുന്ന പ്രഗ്നൻസീസ് ഒരുപാടുണ്ടാവും. നമ്മൾ വിചാരിക്കും ഇതൊക്കെ ശ്രദ്ധിച്ചുകൂടെ എന്നുള്ള രീതിയിലൊക്കെ വിചാരിക്കും. ഇത് കുട്ടികൾ പ്രഗ്നന്റ് ആകുന്നത് പോലും അമ്മമാര് പോലും അറിയാത്ത ഒരു കേസ് ഉണ്ട് വീട്ടിൽ നിൽക്കുമ്പോൾ തന്നെ. അതിനുശേഷം ഈ അടുത്ത് തന്നെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വാർത്തയായിരുന്നു, കുട്ടീനെ എന്താ പറയുക ബാൽക്കണിയുടെ പൊക്കത്തുനിന്ന് താഴെയിട്ടിട്ടുള്ള ഒരു കേസ് ഉണ്ടായിരുന്നു. ഇതിനകത്തൊക്കെ എങ്ങനെയാണ് ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഇമ്പാക്ട് എത്രത്തോളം ഉണ്ടാവും? ഒരു കുഞ്ഞ് എന്ന് പറയുമ്പോൾ ഏത് രീതിയിലൊരു അപകടം വരുത്തിയാലും എങ്ങനെയായാലും പിന്നീട് നമുക്കതൊരു ഗിൽട്ട് ഫീലിംഗ് നമുക്കത് മാറത്തില്ല, ഏതൊരു സ്ത്രീക്കും ഏതൊരു വ്യക്തിക്കും. അപ്പം അതിന്റെ ഇമ്പാക്ട് ഡെഫിനറ്റ്ലി പിന്നീട് കുട്ടിക്ക് ചിലപ്പോൾ പോസ്റ്റ്മോർട്ടം ഈ പറഞ്ഞ പോസ്റ്റ്മോർട്ടം തന്നെ ആവണമെന്നില്ല, അല്ലാതെ തന്നെ ഒരു ഡിപ്രഷനിലേക്ക് പോകാനുള്ള പോസിബിലിറ്റീസ് വളരെ അധികമാണ്. പിന്നെ ഈ പറഞ്ഞ അൺവാണ്ടഡ് പ്രഗ്നൻസീസ്, അൺപ്ലാൻഡ് പ്രഗ്നൻസീസ്, ഇതെല്ലാം നമ്മളുടെ ഇപ്പോൾ ഈ ലൈഫ് ഇപ്പം ഒരുപാട് വെസ്റ്റേണൈസ് ആവുകയാണ്. അപ്പം നമ്മൾ പണ്ടത്തെ കാലത്തെ പോലെ കുട്ടികൾ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. നമുക്കിതിൽ ചെയ്യാവുന്നത് ഒരുപാട് അവയർനെസ് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കൂട്ട് അൺമാരീഡ് ആയിട്ടുള്ള കുട്ടികൾ അവർക്ക് വരുമ്പോൾ സെക്ഷൽ എഡ്യൂക്കേഷൻ അത് നല്ല രീതിയിൽ കൊടുക്കുക, നല്ല പ്ലാറ്റ്ഫോമിൽ, അതായത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാൾ തന്നെ അങ്ങനെ ഒരു എഡ്യൂക്കേഷൻ കൊടുക്കുക. അതുപോലെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വന്നാൽ ആ കുട്ടിക്ക് അവരുടെ പാരൻസിനോട് സംസാരിക്കാനുള്ള സകല ഫ്രീഡം നമ്മൾ പാരൻസ് ആയിട്ട് കൊടുത്തു തുടങ്ങണം. കാരണം അവർ നമ്മളോട് പറയാതെ ഒളിച്ചു വെച്ചിട്ടാണ് കൂടുതൽ കോംപ്ലിക്കേഷൻസിലേക്ക് പോകുന്നത്. അപ്പോൾ ഡെഫിനറ്റ്ലി നമുക്ക് നമ്മളുടെ വരും തലമുറ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ്, അവരുടെ ഫ്യൂച്ചറും. അപ്പം എനിക്ക് തോന്നുന്നു കുറച്ച് എഡ്യൂക്കേഷനും അവയർനെസ്സും ആണ് അവർക്ക്. പിന്നെ ഫ്രീഡം, അവരിപ്പം നമുക്കാണെങ്കിൽ ഇപ്പം OPയിൽ ഇപ്പം ഹോസ്പിറ്റലിൽ വന്ന് കൺസൾട്ട് ചെയ്യുന്ന കുട്ടികളുണ്ട് ഈ അൺമാരീഡ് ആയിട്ട് പ്രഗ്നൻസീസ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ നല്ല രീതിയിലുള്ള അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഇപ്പം ഈ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളൊക്കെ പ്രകാരം നമ്മളിപ്പം ഈ ഒരു 7ാം മാസത്തിൽ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടിയുടെ ഒരു 28 വരെ എനിക്ക് തോന്നുന്നു പങ്കാളി ഒപ്പം ഉണ്ടാവില്ല, അവരുടെ സ്വന്തം വീട്ടിലാണ് താമസിക്കേണ്ടത് എന്നുള്ള രീതിയിലാണ്. ആ ഒരു സമയത്ത് ഒരു മുറിയിലേക്ക് പോലും ആളെ കൊണ്ടുവരാത്തൊരവസ്ഥയുണ്ട്. അതായത് രണ്ടുപേരും ഒരുമിച്ച് ഇരിക്കാത്തൊരവസ്ഥ വരെയുണ്ട്. ഇതിനകത്തൊക്കെ പങ്കാളിയുടെ ഒരു എന്താ പറയാ ഒരു കരുതലും സ്നേഹവും ഒക്കെ കിട്ടേണ്ട ഒരു സമയമല്ലേ? അപ്പോൾ ഈ ഒരു സമയത്ത് പങ്കാളി ഇല്ലാതിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ അടുത്തില്ലാതിരിക്കുന്ന സമയത്ത്, അതിന്റെ കെയർ ഇല്ലാതിരിക്കുന്ന ഒരു സമയത്ത് എങ്ങനെയാ ഈ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോവാനുള്ള ഒരു ചാൻസ് കൂടുതലാണോ? എന്ന് വെച്ചാല് ഇപ്പം എല്ലാവരും കോൺസെപ്റ്റ് മാറിയെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഒരു പ്രഗ്നൻസി ആകുകയാണെങ്കിൽ അത് അമ്മയ്ക്ക് മാത്രമല്ല, ഫാദറിനും കൂടി അതിൻ്റെ ഈക്വൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അപ്പം അഗെയിൻ നമ്മൾ ഈ പ്രഗ്നൻസി ത്രൂ ഔട്ട് കൊടുക്കുന്ന കെയർ, ഇപ്പം ഇവർ ഹോസ്പിറ്റലിൽ വരുമ്പോൾ ചെയ്യുന്ന ടെസ്റ്റുകൾ, ചെക്കപ്സ്, ഇതെല്ലാം ഒന്നിച്ചു വേണം ചെയ്യാനായിട്ട്. എപ്പോഴും കപ്പിളായിട്ട് തന്നെ വന്ന് ചെയ്യുന്നതാണ് ഏറ്റവും ഉചിതം. അപ്പോൾ ഈ പറഞ്ഞ കൂട്ട് അവരെ മാറ്റി നിർത്താതെ എല്ലാ കാര്യത്തിലും ഹസ്ബൻഡിനും കൂടി ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടാകുകയാണെങ്കിൽ അത് ഈവൻ നമ്മളിപ്പോൾ ഇവിടെയൊക്കെ ഉള്ള ഡെലിവറി പോലും നമ്മളിപ്പം ഹസ്ബൻഡ്സിനെ കൂടെ നിർത്താറുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഇപ്പോൾ ഈവൻ പെയിൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തുടങ്ങുന്നത് പോലും ആ സമയത്ത് തൊട്ട് തന്നെ ഹസ്ബൻഡ്സ് കൂടെ നിന്ന് അവർക്ക് കെയർ കൊടുക്കുമ്പോൾ ആ ഡെലിവറി സമയത്തുള്ള ആ പേഷ്യൻറ്റിനോടുള്ള നമുക്കുള്ള അപ്രോച്ച്, ലൈക്ക് പേഷ്യൻ്റ് എങ്ങനെയാണ് നമ്മളോട് കോപ്പറേറ്റ് ചെയ്യുന്നത് പോലും വളരെ വ്യത്യസ്തമാണ്. അപ്പം ഡെഫിനറ്റ്ലി പങ്കാളിക്ക് നല്ലൊരു ഇതിലൊരു നല്ല പങ്കുണ്ട് അത് സപ്പോർട്ട് ചെയ്ത് പോകുന്നതിൽ. അത് ഡെഫിനറ്റ്ലി ഡിപ്രഷൻ കുറയ്ക്കാനും സഹായിക്കും. ഇപ്പോൾ മരുന്നിലൂടെ മാത്രമേ ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആ ഒരു അവസ്ഥ മാറ്റിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു തരത്തിൽ അത് മാറ്റിയെടുക്കാൻ സാധിക്കും? നമ്മൾ ഈ ഡിപ്രഷൻ നമ്മളിപ്പോൾ ഇത്രയും ഡിസ്കസ് ചെയ്തില്ല. അപ്പോൾ ഡിപ്രഷന് നമ്മൾ പറഞ്ഞു കുറേ ഇമോഷണൽ ഇൻസ്റ്റെബിലിറ്റിയും ആ പ്രഗ്നൻസി സ്ട്രെസ്സും ഒക്കെ. അപ്പോൾ അത് കുറയ്ക്കാനുള്ള കാര്യങ്ങൾ നമ്മൾ പ്രഗ്നൻസിയുടെ ആദ്യം മുതലേ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പം ഞാൻ പറഞ്ഞല്ലോ പല ലക്ഷണങ്ങൾ, ചിലപ്പം അവർ കാണാൻ വരുമ്പോൾ ചിലപ്പോൾ ചിലരുണ്ടാവും പെട്ടെന്ന് കരയുക. അപ്പോൾ അവർ തന്നെ പറയും എനിക്ക് ഇമോഷണലി എന്താ സംഭവിക്കുന്നതെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ കാണുമ്പോൾ തന്നെ അവർക്കൊന്ന് സൈക്കോളജിക്കൽ കൗൺസിലിംഗ് സ്റ്റാർട്ട് ചെയ്യുക. നമുക്ക് എപ്പോഴും സൈക്യാട്രിസ്റ്റിനെ തന്നെ കാണണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ നമ്മളിവിടെ
സൈക്കോളജി കൗൺസിലിംഗ് കൊടുക്കാറുണ്ട്. അപ്പോൾ ആ കൗൺസിലിംഗ് കൊടുക്കുക എന്ന് പറയുന്നത് വേറൊന്നുമല്ല, അവർക്കൊരു നല്ല ലിസണർ വേണം. അതായത് അവരുടെ മനസ്സിൽ അവർ പോലും അറിയാതെ കിടക്കുന്ന എന്തെങ്കിലും ഒരു കരടുകൾ അത് പുറത്തേക്ക് അവർ സംസാരിച്ച് എടുക്കുക. അതുപോലെ തന്നെ പാർട്ട്ണറിനെയും പറഞ്ഞ് മനസ്സിലാക്കുക, നല്ല രീതിയിൽ എങ്ങനെയാണ് അവരെ സപ്പോർട്ട് ചെയ്ത് ഇതൊന്ന് കൊണ്ടുവരാൻ പറ്റുക. അപ്പോൾ ആ ഒരു പ്രഗ്നൻസി ടൈമിൽ തന്നെ നമ്മൾ നല്ല രീതിയിൽ കൗൺസിലിംഗ് ചെയ്യുവാണെങ്കിൽ കുറേയൊക്കെ നമുക്ക് മരുന്നില്ലാതെ തന്നെ ഈ ഡിപ്രഷൻ ടേക്ക് കെയർ ചെയ്യാൻ പറ്റും. ഇപ്പോൾ സൈക്കോളജിസ്റ്റിനെയാണല്ലോ സാധാരണ നമ്മൾ ഇതിന് കൺസൾട്ട് ചെയ്യുക. പക്ഷെ ഈ സൈക്കോളജി വിഭാഗം എന്ന് പറയുമ്പോഴേക്കും മാനസികമായിട്ട് കുഴപ്പമുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ ഒരു കൺസൾട്ടേഷൻ ആവശ്യമുള്ളൂ എന്നുള്ള രീതിയിൽ ആളുകൾ വിചാരിച്ചു. അതൊരു തെറ്റിദ്ധാരണയാണെന്നുണ്ടെങ്കിൽ പോലും അങ്ങനെ വിചാരിച്ചിട്ട് നാണക്കേട് കൊണ്ട് ഈ ഒരു അവസ്ഥയ്ക്ക് ഒരു കൺസൾട്ടേഷൻ ഇല്ലാതിരിക്കുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്. അപ്പം അതിനെ എങ്ങനെയായിരിക്കും അത് മാറ്റിയെടുക്കാൻ പറ്റുക, ആളുകൾക്ക് അവയർനെസ് കൊടുക്കാൻ പറ്റുന്നത്? ഇപ്പം അവർക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ ഉള്ളവർ, അതായത് ഹസ്ബൻഡിനെ തന്നെ നമുക്ക് ഇരുത്തി സംസാരിച്ചിട്ട് കുറേയൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കുക. അതുപോലെ സൈക്കോളജിസ്റ്റിനെ കൊണ്ട് സംസാരിപ്പിച്ചിട്ടും എങ്ങനെ ഇത് ഡീൽ ചെയ്യണം എന്നുള്ളത് അവരെ കൊണ്ട് നമുക്ക് ശ്രമിച്ചു നോക്കാവുന്നതാണ്. പക്ഷേ അറ്റ് ദ എൻഡ് ഇത് എന്തായാലും ഒരു കൗൺസിലിംഗ് തന്നെ ചെയ്താൽ തന്നെയാണ് ഇതിനൊരു വ്യക്തമായിട്ട് നമുക്കൊരു ക്ലാരിറ്റി വരുള്ളൂ. ഇപ്പോൾ അമ്മയുടെ കൂടെ നിൽക്കുന്ന ആളുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരു അമ്മയായ സ്ത്രീയുടെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് എത്രത്തോളം കൗൺസിലിംഗ്, ആൾക്കും കൂടെ കൗൺസിലിംഗ് വേണ്ടതാണ്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മളിപ്പോ പ്രഗ്നൻസി ആ മദറിന് മാത്രമല്ല, അമ്മയ്ക്ക് മാത്രമല്ല, അമ്മയുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരും കൂടി നല്ല രീതിയിലുള്ള അപ്രോച്ച് ഇവരോട് വളരെ സൂക്ഷിച്ച് അപ്രോച്ച് ചെയ്യണം. കാരണം അല്ലാന്നുണ്ടെങ്കിൽ അഗെയിൻ ഇത് കൂടുതൽ ഡിഫിക്കൽട്ട് ആവുള്ളൂ ട്രീറ്റ് ചെയ്യാൻ. പക്ഷെ ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ പലരും പറയാ ഞങ്ങളും പ്രസവിച്ചതൊക്കെ തന്നെയാണ് എന്നുള്ള രീതിയിലാണ് ആളുകൾ പറയാ, അല്ലെങ്കിൽ കുറച്ച് പ്രായമായിട്ടുള്ള അമ്മമാര് പറയാ. എത്രത്തോളം അമ്മമാര് അതിനെ എന്താ പറയാ കുറച്ചുകൂടി അറിഞ്ഞു കണ്ട് പ്രവർത്തിക്കും എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ ഞങ്ങളും പ്രസവിച്ചിട്ടുള്ളതാണ്, ഞങ്ങളും 2 പെറ്റതാണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ ഇത് ഓരോ പെൺകുട്ടിക്കും പല രീതിയിലാണ് അത് അവരനുഭവിക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രസവം എന്ന് പറയുമ്പോൾ പല രീതിയിലാണ് വരുന്നത്. ഇത് അവരുടെ അവയർനെസ് ഇല്ലായ്മയാണോ? ശരിക്കും അവയർനെസ് ഇല്ലായ്മയാണ്. കാരണം പണ്ടത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു പണ്ടത്തെ സ്ത്രീകൾ കുറെ കൂടെ സ്ട്രെസ് എടുക്കാനും കാര്യങ്ങൾ ശ്രദ്ധിക്കാനും, പിന്നെ എല്ലാവരും കൂട്ടുകുടുംബമാണ്, കുറേ ആൾക്കാരുണ്ട് എന്ത് സഹായത്തിനും. ഇന്നെന്ന് പറയുമ്പം എല്ലാവരും ന്യൂക്ലിയർ ഫാമിലി, ഒറ്റയ്ക്ക് ജീവിച്ച് ശീലിച്ചവരാണ് എല്ലാവരും. അപ്പം കുറേ അഡ്ജസ്റ്റ്മെന്റ് പ്രോബ്ലംസ് വരാം, ഷെയറിങ് പ്രോബ്ലംസ് വരാം. അപ്പോൾ അതൊക്കെ തന്നെ നമുക്ക് ഈ പറഞ്ഞ തൊട്ട് ഡെലിവറി കഴിഞ്ഞിട്ടാണെങ്കിലും വേണ്ടുന്ന രീതിയിലുള്ള കെയറും ഹെൽപ്പും കിട്ടിയില്ലെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാം. അപ്പം ഡെഫിനറ്റ്ലി അന്നത്തെ പോലെ അല്ല ഇന്ന്, നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്നത്തെ കുട്ടികൾക്ക് സ്ട്രെസ് എടുക്കാനും കുറച്ചൊരു ബുദ്ധിമുട്ടാണ്. അപ്പം ഇപ്പൊ എല്ലാ ആംഗിളിലും നമ്മളിപ്പോ ഈ പോസ്റ്റ്മോർട്ടം മാത്രമല്ല, ഇപ്പൊ ഈവൻ ജോബ് റിലേറ്റഡ് ആണെങ്കിൽ, ഇപ്പൊ സ്കൂൾസിലാണെങ്കിൽ പോലും അവർക്കൊരു സൈക്കോളജിക്കൽ കൗൺസിലർ എന്തായാലും ഉണ്ട്, മിക്ക സ്കൂളുകളിലും ഉണ്ട്. അപ്പൊ അവിടെ നിന്ന് തന്നെ ഇപ്പൊ നമ്മൾ അവയർനെസ് ക്രിയേറ്റ്, കുട്ടികളും അവെയർ ആണ് ഇങ്ങനെ ഒരു കൗൺസിലിംഗ് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളത്. അപ്പൊ അത് അവയർനെസ് ഉണ്ടാക്കാനേ നമുക്ക് പറ്റുള്ളൂ. എന്തൊക്കെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുമ്പോൾ തന്നെ നമ്മളൊരു ട്രീറ്റ്മെന്റിനായിട്ട് അല്ലെങ്കിൽ ഒരു കൺസൾട്ടേഷനായിട്ട് തയ്യാറെടുക്കണം? പെട്ടെന്ന് വെറുതെ കരയുക, എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കും അറിയില്ല. പെട്ടെന്ന് ഔട്ട്ബേഴ്സ്, അതായത് പെട്ടെന്ന് ദേഷ്യപ്പെടുക, മൂഡ് സ്വിങ്സ് വരിക, കുഞ്ഞിനെ ശ്രദ്ധിക്കാതിരിക്കുക, കുഞ്ഞിനെ ഉപദ്രവിക്കാനുള്ള ഒരു ചെറിയ പ്രവണത കാണിക്കുക, അല്ലെങ്കിൽ സ്വന്തം തന്നെ ആരോഗ്യം ശ്രദ്ധിക്കാതെ ആഹാരം കഴിക്കാതിരിക്കുക. അപ്പൊ അങ്ങനെ ഒറ്റപ്പെട്ട് അധികം സംസാരം ഇല്ലാതെ ഒരു മുറിയിലിരിക്കുക. അപ്പൊ അങ്ങനെയൊക്കെ ഓരോ ലക്ഷണങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അവർക്ക് കൗൺസിലിംഗ് ചെയ്യുന്നതാണ് നല്ലത്. ഇപ്പോൾ ആത്മഹത്യയുടെ ഒരു സ്റ്റേജ് വരെ എത്തുന്ന ഒരു സാഹചര്യത്തില് എന്താ പറയാ പല ലക്ഷണങ്ങളും അതിന് മുന്നോടിയായിട്ട് കാണിച്ചു തുടങ്ങുമല്ലോ, അതെന്തൊക്കെയായിരിക്കും പറയാൻ പറ്റുമോ? അല്ല അതല്ല, അതായത് ഒരു അതിന്റെ ഒരു സിവിയർ ആയിട്ടുള്ള ഒരു സ്റ്റേജ് ഉണ്ടാവുമല്ലോ. ഇപ്പം ചെറുതായിട്ട് ഇപ്പം ടെൻഡൻസി ഉണ്ടാവുന്നതല്ലാണ്ട് കുറച്ചുകൂടി എന്താ പറയാ അവര് ആത്മഹത്യ ചെയ്യില്ലേ, അതിന് മുന്നോടിയായിട്ടുള്ള എന്തെങ്കിലും കുറച്ചും കൂടെ നമ്മളെ തന്നെ ഹേർട്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ കൈ മുറിക്കുന്നതാകാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ ഇപ്പൊ ഈ പറഞ്ഞ തൊട്ട് ആഹാരം കഴിക്കാതിരിക്കുന്നതാകാം, നമ്മളുടെ സ്വയം നമ്മളുടെ ബോഡി ടേക്ക് കെയർ ചെയ്യാത്ത രീതിയിൽ. കാരണം ഡെലിവറി കഴിഞ്ഞിട്ടുള്ള സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ നമ്മളെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു അവസ്ഥയാണ്. അപ്പം സപ്ലിമെന്റ്സ്, ഇപ്പം മരുന്നുകൾ കൊടുക്കുന്നതൊക്കെ കഴിക്കാതിരിക്കുക, കുഞ്ഞിനിപ്പോൾ എന്തെങ്കിലും കരയുവാണെങ്കിൽ കുഞ്ഞിനെ എടുക്കാതിരിക്കുക അല്ലെങ്കിൽ നോക്കാതിരിക്കുക. അപ്പം അങ്ങനെയുള്ള ഒരു ഇതൊക്കെ കാണുവാണെങ്കിൽ അതൊരു സിവിയറിറ്റിയിലേക്ക് പോകുന്ന ഒരു ലക്ഷണമായിട്ട് തന്നെ എടുക്കാതെ, നമ്മൾ പ്രഗ്നൻസിയിൽ തന്നെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ സ്ട്രെസ് കുറയ്ക്കാനായിട്ട് ചെയ്യാം. അപ്പം അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിവിടെ പ്രഗ്നൻസിയിൽ ക്ലാസ്സസ് എടുക്കുന്നുണ്ട്, ഇതിനെക്കുറിച്ചുള്ള ടോക്സ് നടത്തുന്നുണ്ട്.
അതുപോലെ തന്നെ നമ്മൾ ബേബി ഷവർ എന്നും പറഞ്ഞിട്ട് വെറുതെ ഹസ്ബൻഡ് കപ്പിളായിട്ട് വന്നിരുന്ന് അവർക്കൊരു ഗെയിംസും കുറച്ച് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് ഇന്ന് സെലിബ്രേറ്റ് ചെയ്യുക. പിന്നെ ഫാഷൻ ഷോ നടത്തുക, അവർക്ക് വേണ്ടിയിട്ട് കേക്ക് മിക്സിങ്. അപ്പം ഗർഭിണികളെ മാത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ അവർക്ക് തമ്മിൽ സംസാരിച്ച് പരിചയപ്പെടുമ്പോൾ പല രീതിയിലുള്ള അവരുടെ ബുദ്ധിമുട്ടുകൾ അവർ ഷെയർ ചെയ്ത് പോകുമ്പോൾ ഇതൊക്കെ കോമൺ ആണ്, വരാം എന്നുള്ള ആ ഒരു ലൈറ്റ് ഫീലിംഗ് വരികയാണ് അവർക്ക്. അതുപോലെ തന്നെ നമുക്ക് ഗ്രൂപ്പ് ഉണ്ട്, അതായത് ഈ ഇവിടെയുള്ള ചെക്കപ്പിന് ആന്റിനേറ്റൽ കെയറിന് വരുന്ന പ്രഗ്നന്റ് ലേഡീസിനുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അപ്പം അവിടെയും അവർക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിൽ അവരുടേതായ ഓരോരുത്തർ ഷെയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഒരാൾ ഒരു ബുദ്ധിമുട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഉത്തരം വരുമ്പോൾ അത് പലവർക്കും അതിനൊരു റെമഡി ആയിട്ട് വരാം. അപ്പം അങ്ങനെ വരുമ്പം അവരെ തന്നെ അത് സംസാരിക്കാൻ എൻകറേജ് ചെയ്യുവാണ്. അപ്പം ഇതിലൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ ഫ്രണ്ട് സർക്കിൾ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്, സോഷ്യലൈസ് ചെയ്യുക അതും ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം അതിന് നമ്മൾ കുറേ എൻകറേജ് ചെയ്യാറുണ്ട് പ്രഗ്നന്റ് ലേഡീസിനെ. ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. അതെ. അപ്പൊ കിൻഡറിന്റെ മോട്ടോയും അത് തന്നെയാണ്, പ്രഗ്നൻസി നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുക. അപ്പൊ അങ്ങനെ വരുമ്പം കുറേയൊക്കെ നമ്മൾ ആ പ്രഗ്നൻസിയുടെ സ്ട്രെസ് അങ്ങ് മാറും. അപ്പം ഡെലിവറി സ്മൂത്ത് ആകാം. പിന്നെ ഈ പറഞ്ഞിട്ട് ഡെലിവറി സമയത്തും എല്ലാവർക്കും ഉള്ള പേടി എന്ന് പറഞ്ഞാൽ പെയിൻ ആണ് ഏറ്റവും പേടിപ്പെടുത്തുന്നത്. അപ്പോൾ അതിനുള്ള സൊല്യൂഷൻസ് നമ്മളിപ്പോൾ പെയിൻലെസ് ലേബർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ബർത്ത് കമ്പാനിയൻ, അതായത് ഹസ്ബൻഡ് അല്ലെങ്കിൽ അവരാരെയാ ചൂസ് ചെയ്യുന്ന വെച്ചാൽ ഒരാൾക്ക് ത്രൂ ഔട്ട് ലേബർ കൂടെ നിൽക്കാം, സപ്പോർട്ടീവായിട്ട് നിൽക്കാം. അപ്പം അങ്ങനെ നമ്മൾ കുറേയൊക്കെ പ്രഗ്നന്റ് വിമനെ സപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ കുറേയൊക്കെ നമുക്ക് ആ സ്ട്രെസ് അങ്ങ് കുറയ്ക്കാൻ പറ്റാറുണ്ട്. ഓക്കെ, താങ്ക് യു ഡോക്ടർ. താങ്ക് യു.